മഹീന്ദ്രയുടെ ഉടമസ്ഥതയിലുള്ള കൊറിയൻ വാഹന നിർമ്മാണ കമ്പനിയാണ് സാങ്യോങ്. സാങ്യോങ്ങിന്റെ വകയായി ഇന്ത്യയിൽ ഒരു SUV ആണുള്ളത്. അതിന്റെ പേരാണ് റെക്സ്റ്റൺ. തുടർന്ന് സാങ്യോങ്ങിന്റെ വകയായി പല മോഡലുകളും ഇന്ത്യയിൽ എത്താനുള്ള ഒരുക്കത്തിലാണ്. ടിവോളി എന്ന പേരിൽ കഴിഞ്ഞ ആഴ്ച പ്രദർശിപ്പിക്കപ്പെട്ട പുതിയ SUVയും 2015 ഒടുവിൽ ഇന്ത്യയിൽ എത്തുമെന്നാണ് കേൾക്കുന്നത്. X4 എയർ, X4 അഡ്വഞ്ചർ എന്നീ രണ്ട് മോഡലുകളാണ് ടിവോളിക്കുള്ളത്. പൊതുവെ ഡിസൈനിൽ വലിയ ശ്രദ്ധ പുലർത്താത്ത സാങ്യോങ് ഇത്തവണ പോസ്റ്റ് മോഡേൺ ഡിസൈനിലാണ് ടിവോളിയെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അഡ്വഞ്ചർ എന്ന മോഡൽ ഓഫ് റോഡിങ്ങിനാണ് പ്രാധാന്യം നൽകുന്നത്. 7 എയർ ബാഗുകൾ ഉൾപ്പെടെയുള്ള നിരവധി സുരക്ഷാ സംവിധാനങ്ങൾ ടിവോളിക്കുണ്ട്. വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉൾപ്പെടെയുള്ള ആധുനിക ഉപകരണ നിരയുമുണ്ട്. ഇറ്റലിയിലെ ടിവോളി നഗരത്തിന്റെ പേരാണ് വാഹനത്തിന് സാങ്യോങ് നൽകിയിരിക്കുന്നത്. ഈ മാസം അവസാനം കൊറിയയിൽ ആദ്യമായി ടിവോളി പ്രദർശിപ്പിക്കുന്നുമുണ്ട്. കോമ്പാക്ട് SUVകളുടെ കാലമാണിത്. നിസാൻ ടെറാനോ, റെനോ ഡസ്റ്റർ, ഫോർഡ് ഇക്കോസ്പോർട്ട് തുടങ്ങിയവയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കുന്ന കോമ്പാക്ട് SUVകൾ. ഈ ഗണത്തിലേക്ക് ഒരു പുതിയ മോഡലുമായി എത്തുകയാണ് ഹ്യുണ്ടായി. iX25 എന്ന മനോഹരമായ മോഡലാണ് ഹ്യുണ്ടായി അവതരിപ്പിക്കുന്ന കോമ്പാക്ട് SUV. ഇന്ത്യയിൽ 2015 പകുതിയോടെ വിൽപ്പന ആരംഭിക്കുമെന്ന് കരുതപ്പെടുന്ന iX25ന്റെ 90% പാർട്സുകളും ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് തന്നെയായിരിക്കും. ഇതിനായി 1000 കോടി രൂപയാണ് ഹ്യുണ്ടായി മുതൽ മുടക്കുന്നത്. ചൈനയിൽ ഇപ്പോൾ തന്നെ iX25 വിപണിയിലുണ്ട്. അവിടെ 1.6, 2 ലിറ്റർ എഞ്ചിനുകളാണുള്ളത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, 4 വീൽ ഡ്രൈവ് മോഡലുകളുമുണ്ട്. LED ഡേ ടൈം റണ്ണിംഗ് ലാമ്പ്, അലോയ് വീലുകൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ, എയർ ബാഗുകൾ, ABS, EBD എന്നിങ്ങനെ നിരവധി സവിശേഷതകൾ iX25ലുണ്ട്. ഇന്ത്യയിൽ iX25ന്റെ എഞ്ചിനുകൾ ഏതൊക്കെയായിരിക്കും എന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നില്ല. എന്നാൽ ഏതായാലും കോമ്പാക്ട് SUV മാർക്കറ്റിൽ ഒരു പ്രധാനപ്പെട്ട മോഡലായി മാറാൻ തീർച്ചയായും ഹ്യുണ്ടായി iX25ന് കഴിയും. ഇതോടുകൂടി ഈ ആഴ്ചയിലെ സ്മാർട്ട് ഡ്രൈവ് അവസാനിക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതുക. ഇമെയിൽ വിലാസം smartdrive@asianetnews.in. അടുത്ത ആഴ്ച പുതിയൊരു വാഹനത്തിന്റെ വിശേഷങ്ങളുമായി കാണാം. നമസ്കാരം.